ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 മലയാളത്തിൽ റിലീസായിട്ടുള്ള ടോപ്പ് 10 മൂവീസാണ്. റൈറ്റിംഗ്, ഡയറക്ഷൻ, പെർഫോമൻസ്, ഓവറോൾ സിനിമ എക്സ്പീരിയൻസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലിസ്റ്റിൽ 10ാം സ്ഥാനത്തുള്ളത് ഡെബ്യൂ ഡയറക്ടറായിട്ടുള്ള മനു സ്വരാജ് ഡയറക്ട് ചെയ്ത് സന്ദീപ് പ്രദീപ്, സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പടക്കളം എന്ന സിനിമയാണ്. പടക്കളം ഒരു ഫാന്റസി കോമഡി മിക്സ് ചെയ്തൊരു കോക്കി സിനിമയാണ്. കോൺസെപ്റ്റ് അൺയൂഷ്വൽ ആണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് അവർ ഈ സിനിമയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ബഡ്ജറ്റിലാണ് ഈ സിനിമ അവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് വളരെ നീറ്റായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും സന്ദീപ് പ്രദീപിൻ്റെയും ഷറഫുദ്ദീൻ്റെയും സിനിമയിലെ പെർഫോമൻസ്. ഈ ഒരു സിനിമ തിയേറ്ററിലും സക്സസ് ആയിരുന്നു. ലിസ്റ്റിൽ 9th പ്ലേസിലെത്തുന്നത് രാഹുൽ സദാശിവൻ പ്രമേഹത്തിന് ശേഷം ഡയറക്ട് ചെയ്ത DS ഇറൈ. പ്രണവ് മോഹൻലാലാണ് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത്. DS ഇറൈ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ്. സ്ലോ പേസ്ഡ് ആയിട്ടുള്ള നറേഷനും അൺസെറ്റിൽഡ് ആയിട്ടുള്ള വിഷ്വൽസും ഹൗണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനും എല്ലാം ആ ഒരു ഡിസ്റ്റർബിംഗ് മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചു. ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നൽകിയത്. അതുപോലെ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ് പ്രണവിന്റെ പെർഫോമൻസ്. പ്രണവ് ഈ സിനിമയെ വളരെ നന്നായി തന്നെ അദ്ദേഹത്തിന് കിട്ടിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ഹൊറർ ജോണറിൽ വന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു DS ഇറൈ. ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ബേസ് ചെയ്ത് ജ്യോതിഷ് ശങ്കർ ഡയറക്ട് ചെയ്ത് ബേസിൽ ജോസഫ്, ലിജോ മോൾ ജോസ്, സജിൻ ഗോപു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ പൊന്മാൻ എന്ന സിനിമയാണ്. പൊന്മാൻ ഒരു ഡാർക്ക് കോമഡി ജോണറിൽ വരുന്ന സിനിമയാണ്. സോഷ്യൽ ഒബ്സർവേഷനും അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്തും എല്ലാം ഹ്യൂമറിന്റെ സഹായത്തോടെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നതിൽ ഡയറക്ടർ വിജയിച്ചിരിക്കുന്നു. ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായി എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫിന്റെയും സജിൻ ഗോപുവിന്റെയും പെർഫോമൻസ് തന്നെയാണ്. അവർ രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയ റോൾ വളരെ സോളിഡ് ആയി തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷാഹി കബീർ ഡയറക്ട് ചെയ്ത് ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ റോന്ത് എന്ന സിനിമയാണ്. റോന്ത് പോലീസ് വർക്കിനെ ഒട്ടും ഗ്ലാമറൈസ് ചെയ്യാതെ വളരെ റൂട്ടഡും റിയലിസ്റ്റിക്കുമായിട്ടുള്ള രീതിയിൽ ഈ സിനിമയിൽ കാണിക്കുന്നു. റോന്ത് എന്ന സിനിമ എൻറ്റയർലി ഒരു വൺ നൈറ്റ് പോലീസ് പെട്രോൾ ബാക്ക്ഡ്രോപ്പിലാണ് നടക്കുന്നത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ് രണ്ടുപേരും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. മിനിമലിസ്റ്റും അതുപോലെ റോയും ഹോണസ്റ്റുമായിട്ടുള്ള ഒരു സിനിമയാണ് റോന്ത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജിതിൻ കെ ജോസ് ഡയറക്ട് ചെയ്ത് മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ കളങ്കാവൽ എന്ന ചിത്രമാണ്. കളങ്കാവൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ്. റിയൽ ഇൻസിഡന്റും ഫിക്ഷനും മിക്സ് ചെയ്ത് വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് ഡയറക്ടർ ഈ ഒരു സിനിമ നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് മമ്മൂട്ടിയുടെ റോള് തന്നെയാണ്. വളരെ സോളിഡും അതുപോലെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ആ റോളിൽ ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിനായകന്റെ പെർഫോമൻസ്. അദ്ദേഹവും അത് നന്നായി ചെയ്തിരിക്കുന്നു. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും പെർഫോമൻസിന്റെയും ഡയറക്ഷന്റെയും മികവ് കൊണ്ട് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് നൽകാൻ ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു. 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഖിൽ സത്യൻ ഡയറക്ട് ചെയ്ത ഫീൽ ഗുഡ് ഹൊറർ സിനിമയായ സർവമായ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി, അജു കോംബോ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സർവമായ ഫാന്റസി എലമെന്റ്സ് യൂസ് ചെയ്ത് റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഫ്രണ്ട്ഷിപ്പ്, ഇല്യൂഷൻ, ബിലീഫ് ഇവയെല്ലാം മെറ്റഫോറിക്കലായി അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. മാസ് എന്റർടൈനർ അല്ല, പക്ഷേ ഒരു വളരെ ഫീൽ ഗുഡ് ഒരു എന്റർടൈനർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നത്. ലിസ്റ്റിൽ 4th പ്ലേസിൽ എത്തിയിരിക്കുന്നത് ജോഫിൻ ഡി ചാക്കോ ഡയറക്ട് ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ രേഖാചിത്രം. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണർ മലയാളികൾക്ക് ഫെമിലിയർ ആണ്. പക്ഷേ രേഖാചിത്രം അതിന്റെ ലെയേർഡ് നറേറ്റീവിലൂടെ കൂടുതൽ ഡിഫറന്റ് ആകുന്നു. ഇൻവെസ്റ്റിഗേഷൻ ക്ലൂസ് ഫോളോ ചെയ്തു പോകുന്നത് മാത്രമല്ല, പാസ്റ്റ് ട്രോമ, മോറൽ കോൺഫ്ലിക്ട്സ്, ഇമോഷണൽ കോൺസിക്വൻസ് എല്ലാം സ്റ്റോറിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ആസിഫ് അലിയും അനശ്വര രാജനും സിനിമയിൽ ഒരു സോളിഡ് പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. സീരിയസ് ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു രേഖാചിത്രം. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നൊരു മൂവി ജോണർ ജോഫിൻ ഡി ചാക്കോ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നു. കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്നതാണ് ഈ ഒരു ജോണർ. എന്നാൽ രേഖാചിത്രം മലയാളത്തിൽ ഒരു അണ്ടർ റേറ്റഡ് സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിസ്റ്റിൽ 3rd പൊസിഷനിലുള്ളത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ തുടരും ഒരു ലൗഡ് സിനിമയല്ല, എന്നാൽ ഇമോഷണൽ ഡ്രിവൺ ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡ്രാമയാണ്. മോഹൻലാൽ, ശോഭന എന്ന നൊസ്റ്റാൾജിയെ മാത്രം കൂടാതെ അവരുടെ മച്ചുവേർഡ് പെർഫോമൻസും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നു. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സിനിമ കൂടിയാണ് തുടരും. ഇത് കൂടാതെ സിമ്പിൾ സ്റ്റോറി ടെല്ലിംഗും കൊണ്ട് സ്റ്റോം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് തുടരും. 2025 ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നും കൂടിയാണ് ഈ ഒരു സിനിമ. ലിസ്റ്റിൽ 2nd പൊസിഷനിലുള്ള സിനിമയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശൻ, നെസ്ലിൻ, സാൻഡി മാസ്റ്റർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മോളിവുഡിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോ മൂവി ട്രൈ ചെയ്യുന്നത് തന്നെ വലിയ റിസ്ക് ആണ്. അതും ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ മൂവി ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര വളരെ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഇതൊരു ഒറിജിനൽ സ്റ്റോറിയാണ്. ആക്ഷൻ മാത്രമല്ല ഇതിലുള്ളത്, ക്യാരക്ടേഴ്സിന്റെ മോട്ടിവേഷനും ഇമോഷൻസിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു.
വിഷ്വൽ എഫക്ട്സ് മലയാളത്തിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു. വേൾഡ് ബിൽഡിങ്ങും സർപ്രൈസിംഗ് ഡീറ്റെയിൽസും എല്ലാം ഈ സിനിമയിലുണ്ട്. പെർഫെക്റ്റ് സൂപ്പർ ഹീറോ മൂവി ആണെന്നൊന്നും പറയില്ല, പക്ഷേ ഫ്യൂച്ചർ ചാപ്റ്റേഴ്സിനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഈ ഒരു സിനിമയിലൂടെ ഇവർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ബോക്സ് ഓഫീസിലും അതുപോലെ തന്നെ സിനിമ ടെക്നിക്കൽ സൈഡിലും മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയാണ്. സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 304 കോടി. ഇത് മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സിനിമ ജിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് കഥ എഴുതിയിരിക്കുന്ന എക്കോ. സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തിയ സിനിമയാണ് എക്കോ. എക്കോ ഒരു റെഗുലർ ത്രില്ലർ അല്ല. ഇത് സൗണ്ട്, സൈലൻസ്, അറ്റ്മോസ്ഫിയർ എല്ലാം യൂസ് ചെയ്ത് സ്ലോ ആയി പറയുന്ന ഒരു മിസ്റ്ററി ഫിലിമാണ്. ക്യാരക്ടർ സൈക്കോളജി എല്ലാം സ്ലോ ആയി ബിൽഡ് ചെയ്യുന്നു. ബാഹുൽ രമേശിന്റെ തന്നെ ആനിമൽ ട്രിലോളജിയിലെ 3-ാമത്തെ ചിത്രമാണ് എക്കോ. സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം അവർക്ക് കിട്ടിയ റോള് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒന്നും ഓവർ ദി ടോപ്പ് ആവാതെ എല്ലാം കറക്റ്റ് മീറ്ററിലാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എക്കോ. എന്നാൽ ഹോളിവുഡ് സിനിമകൾ കാണുന്ന കണ്ടന്റ് ക്വാളിറ്റിയും മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം നമുക്ക് ഈ സിനിമയിൽ കാണാം. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും 2025 ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ് എക്കോ. ഈ ടോപ്പ് 10 ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് സിനിമകൾ കൂടിയുണ്ട്. പക്ഷേ അവരുടെ കണ്ടന്റ് വൈസ് എല്ലാം നോക്കുമ്പോൾ ആ സിനിമകൾ കൂടി മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഹൃദയപൂർവ്വം, തലവര, ഔസേപ്പിന്റെ ഒസ്യോത്ത്, നാരായണീന്റെ 3 ആൺമക്കൾ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ മലയാളത്തിൽ റിലീസായിട്ടുള്ള 2025 ടോപ്പ് 10 മൂവീസ്. നിങ്ങളുടെ ഫേവറേറ്റ് മൂവി കമൻറ്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.